ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ പെയിൻ അനുഭവപ്പെടുന്ന നമ്മുടെ ശരീരത്തിലെ 2 ഭാഗങ്ങളെ പറ്റിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ? എന്നാലും ഒന്ന് ഞാൻ പറയാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്നും റിലീസായിട്ടുള്ള എഗ്ഗ് സ്പേമുമായിട്ട് ജോയിനായി ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആവുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതലും അതുപോലെ കൺസെപ്ഷൻ ഉണ്ടാകുന്ന സമയം, അതായത് നമ്മൾ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്ന എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് ഹോർമോൺസ് ഇൻക്രീസ് ആകും, ഒരുപാട് പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകും, ഒരുപാട് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലുമാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. മെയിൻലി ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും കൺസെപ്ഷൻ നടക്കുന്ന സമയത്തും നമ്മുടെ എഗ്ഗും സ്പെർമും തമ്മിൽ ജോയിൻ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ HCG എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവുകയും ഈ HCG എന്നുള്ള ഹോർമോൺ നമ്മളെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്ത് നമ്മൾ ഗർഭിണിയാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഒക്കെ സാധിക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ചില സ്ത്രീകളിലെല്ലാം ആ ഒരു സമയം മുതൽ തന്നെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളിലാണ് വേദന അനുഭവപ്പെടുന്നത്. ഇങ്ങനെ യൂട്രസിൽ അറ്റാച്ച് ആകുമ്പോഴേക്കും നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് വേദനയുണ്ടാകുന്ന 2 സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ വയറാണ്. വയറിൽ ഒന്നുകിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ സെൻറ്റർ പാർട്ടിലോ നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്തോ നമുക്ക് വേദന അനുഭവപ്പെടാം. ലോവർ അബ്ഡോമൻ ഭാഗത്തൊക്കെ നമുക്ക് ഒന്നുകിൽ കുത്തുന്ന വേദന, അല്ലെങ്കിൽ ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന പോലെയുള്ള വേദന, അല്ലെങ്കിൽ ഒരു പുള്ളിങ് സെൻസേഷൻ, നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ പുള്ളി ചെയ്യുന്ന പോലെ ഒന്ന് തള്ളുന്ന പോലെയുള്ള തരത്തിലുള്ള വേദന, അല്ലെങ്കിൽ മൈൽഡായിട്ടൊന്ന് സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള ഒരു വേദന, ഇതൊക്കെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് യൂട്രസിൻ്റെ ഭാഗത്ത്. ഇത് മെയിനായിട്ട് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണം ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിനാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്. ഇത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുമ്പോഴേക്കും ആ ഭാഗത്തെ പേശികൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കില്ലേ? ഈ സംഭവിക്കുന്ന മാറ്റം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ശരീരഭാഗമാണ് ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാക്കാണ്. നമുക്ക് ഈ ഒരു വയറിൻ്റെ ഭാഗം കൊണ്ടൊന്ന് അറ്റാച്ച് ആകുമ്പോൾ വേദന അനുഭവപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ ലോവർ ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നടുവിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു കീഴ്ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടാം. ഒന്ന് കുത്തുന്ന പോലെയുള്ളൊരു വേദന, അല്ലെങ്കിൽ നടുഭാഗത്ത് പെട്ടെന്നായിട്ടൊരു വേദന അനുഭവപ്പെടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇത് മെയിനായിട്ട് നമ്മുടെ ശരീരം ഒന്ന് അറ്റാച്ച് ആകുമ്പോൾ മറ്റൊരു വസ്തു വന്ന് നമ്മുടെ ശരീരത്തിൽ അറ്റാച്ച് ആകുകയാണല്ലോ. അത്രയും നാൾ വരെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നേച്ച് നമ്മുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് ഒരു വസ്തു വന്ന് അറ്റാച്ച് ആകുമ്പോഴേക്കും, പെട്ടെന്ന് നമ്മുടെ എംബ്രിയോ വന്ന് അറ്റാച്ച് ആകുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതുമൂലമാണ് ഇത്തരത്തിലുള്ള ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് നമ്മുടെ അബ്ഡോമൻ ഭാഗത്തും ലോവർ അബ്ഡോമൻ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലും അനുഭവപ്പെടുന്നത്, നമ്മുടെ ബാക്ക് പെയിൻ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് മുൻപായിട്ടുണ്ടാകുന്ന ഈ ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് നമുക്ക് അധികം നേരമൊന്നും നിലനിൽക്കില്ല. പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എനിക്ക് 2-3 ദിവസമായിട്ട് ഇങ്ങനെ വേദന വരുന്നുണ്ട്, ഇത് നമുക്ക് ഇംപ്ലാന്റേഷനായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന വേദന ആയിരിക്കില്ല. കുറച്ചൊന്ന് വരും, അത് കഴിയുമ്പോൾ അത് പോകും. ചിലർക്ക് ചില ഇൻ്റർവെൽസ് അനുസരിച്ചിട്ട് പിന്നെയും വേദന വരാം. ഒന്ന് ആ ഒരു വസ്തു നമ്മൾ അറ്റാച്ച് ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേദന ഉണ്ടാകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു വേദന നമുക്ക് നിൽക്കും.
ചില സ്ത്രീകളിൽ പിന്നെയും ഒരു ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള എന്ന് പറയുന്നത് അധികം വേദനാജനകമല്ലാത്ത തരത്തിലുള്ള നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകൾ നമുക്ക് ഉണ്ടാകാം. ജസ്റ്റ് മൈൽഡായിട്ടുള്ള പെയിൻ ആയിരിക്കും എല്ലാവർക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. വളരെയധികം കുത്തിക്കൊള്ളുന്ന പോലെയുള്ളൊരു വേദനയോ അല്ലെങ്കിൽ വളരെയധികം അടിവയറ് നീരുവീണ പോലെയുള്ളൊക്കെ വേദന വരുന്നത് ചിലപ്പോൾ നമുക്ക് അടിവയറ്റിൽ നീര് വീഴുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകാം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നീര് വീഴുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാം. നടക്കുന്ന വേദന ചിലപ്പോൾ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും. ചിലവരിൽ മാത്രമേ ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഈ വേദന ഉണ്ടാവുള്ളൂ. ചിലവരൊക്കെ രാത്രിയൊക്കെ ആയിരിക്കും പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളത് വിട്ടുകളയും. അതുപോലെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേദന വന്നു കഴിഞ്ഞാൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമ്മൾ അതല്ലാതെ ചെറുതായിട്ട് ഇങ്ങനെ വേദനയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കൊണ്ടും ഇങ്ങനെ ഉണ്ടാകാം. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എല്ലാവരിലും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും അതുപോലെ അവരിലുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളും ഒക്കെ അനുസരിച്ചിട്ടാണ്. ചിലവരിൽ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഇംപ്ലാന്റേഷൻ ക്രാംസോ ഉണ്ടാവില്ല. ചിലവരിൽ ആദ്യത്തെ 3 മാസം വരെ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവില്ല. ചിലർക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ടാകും. വോമിറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഡ്രിപ്പിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലർക്ക് വോമിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനമേ ഉണ്ടാവില്ല പ്രഗ്നൻസി ത്രൂ ഔട്ട് ആ ഒരു സമയത്ത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആളുകളും കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇംപ്ലാന്റേഷൻ ക്രാംസിനെ പറ്റിയിട്ടുള്ള വീഡിയോ. ഇംപ്ലാന്റേഷൻ ക്രാംസ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മുടെ വയറിലും അതുപോലെ തന്നെ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തും ആയിരിക്കും. ലോവർ അബ്ഡമൻ ഭാഗത്ത് അടിവയറിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ നമ്മുടെ റൈറ്റ് സൈഡിലോ ആയിട്ടോ ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നടുവിനെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുകൾ ഭാഗത്തല്ല കീഴ്ഭാഗത്തായിരിക്കും നമുക്ക് വേദന കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വേദന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പീരീഡ് മിസ്സാകുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. മിസ്സായിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ മിസ്സായിട്ട് ഒരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് അതുവഴി കിട്ടും കേട്ടോ. ഓക്കെ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇനി നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.